ഹലോ, ഇതൊരു പളനി വ്ളോഗാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പളനിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം മോനെ അവിടെ കൊണ്ടുവന്ന് കണ്ണൻ ചേട്ടനൊരു നേർച്ചയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും കൂടെ പളനി പോയി. അപ്പോൾ അതിൻ്റെ തലേന്ന് നമ്മൾ വല്ലുളങ്ങര അമ്പലത്തിൽ നവാഹം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഡേ നമ്മളവിടെ പോയൊക്കെ ഒന്ന് തൊഴുതു. വീട്ടിലാണെങ്കിലും നമ്മൾ കഞ്ഞി, അസ്ത്രവും അച്ചാറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അടുത്തുള്ളവർക്കും ബന്ധുക്കാർക്കൊക്കെ. അപ്പം മോൻ്റെ കൈ കൊണ്ട് വേണം നമ്മൾ അരി വാരിച്ചിടാൻ. അങ്ങനെ നമ്മൾ മോൻ്റെ കൈ കൊണ്ടാണ് അരിയൊക്കെ വാരിച്ചിട്ടു. അങ്ങനെ കഞ്ഞിയും അസ്ത്രവും അച്ചാറും ഒക്കെ ആയിരുന്നു അന്ന് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചിരുന്നത്. പോകുന്ന ദിവസം രാവിലെ തന്നെ നമ്മൾ വെളുപ്പിനൊരു 4-4:30 ആയപ്പോൾ തന്നെ നമ്മൾ റെഡിയായി. എന്നിട്ട് ഇപ്പം അച്ഛൻ്റെയും അമ്മയുടെയും നമ്മുടെ റിലേറ്റീവ്സിൻ്റെയും എല്ലാവരെയും കാലൊക്കെ തൊട്ട്, മോനെ കൊണ്ടാണെങ്കിലും നമ്മളെല്ലാവരും ആണെങ്കിൽ കാലൊക്കെ തൊട്ട് തൊഴുതു എല്ലാവരും അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. അപ്പം രാവിലെ തന്നെ നമ്മൾ ഒരു 5-5:30 ആയപ്പോഴത്തേക്ക് എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പഴനിക്ക് മാത്രമല്ല കുറച്ചധികം അമ്പലത്തിലും കൂടെ കയറുന്നുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ ആദ്യം കയറിയ അമ്പലപ്പുഴ അമ്പലത്തിലായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് അമ്പലപ്പുഴ അമ്പലം എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ നമ്മൾ കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ ആദ്യം പോയി. ഇത് കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടന്മാർ തൊഴുതിട്ടൊക്കെ വന്ന് നിൽക്കുക. ഞങ്ങൾ ആ ലാസ്റ്റ് തൊഴുതൊക്കെ ഇറങ്ങിയത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുമായിരുന്നു കേട്ടോ. എന്തായാലും നല്ല രസമുള്ള യാത്രയായിരുന്നു. പിന്നെ നമ്മുടെ വണ്ടി പുറത്തായിട്ടിരുന്നത്. ഇവിടെ കുഞ്ഞമ്മയും കിച്ചുവും അമ്മയൊക്കെ ആയിട്ട് കുഞ്ഞിൻ്റെ ഡ്രസ്സ്, അവനാണെങ്കിൽ ഒരു മുണ്ട ഉടുത്തു കൊടുക്കുന്നത്, എപ്പോഴും ഉരിഞ്ഞു പോകുന്ന മുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചായ കുടിക്കാൻ കയറി. അപ്പോൾ വിഷുവിന് ഉഴുന്നുവട വേണമെന്ന് പറഞ്ഞു. അവന് ഉഴുന്നുവട വാങ്ങിക്കൊടുത്തു. ഞങ്ങളെല്ലാം വേറൊരു കാലി ചായ മാത്രമാണ് കുടിച്ചത് കേട്ടോ. ആൾക്ക് ഉഴുന്നുവട ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അവന് ഉഴുന്നുവട വാങ്ങിക്കൊടുത്തു. നല്ല ക്രഞ്ചി ഉഴുന്നുവടയായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആശാനെ വീണ്ടും വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പാത്രം നീക്കിയിട്ട് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെന്താ അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ ഇത്. വിഷു ആണെങ്കിൽ അങ്ങ് ഞൊരച്ച് നടക്കുകയാണ്, എങ്ങും അടങ്ങിയിരിക്കത്തില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കയ്യിലിരിക്കും. പിന്നെ അവിടുന്ന് വേറെടുത്തോട്ട് പോകും. അങ്ങനെ നമ്മൾ പിന്നീടെത്തിയ ചോറ്റാനിക്കര അമ്പലമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ചോറ്റാനിക്കര അമ്പലത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒരിടത്ത് നമ്മൾ പാർക്ക് ചെയ്തിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ അവിടുത്തെ പ്രസാദമായിട്ട് നമുക്ക് കിട്ടിയത് തേങ്ങാമുറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ശർക്കര, അതാണെങ്കിൽ വെളുത്ത ശർക്കരയുടെ പീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കറുത്ത പീസ് ഉണ്ടായത് മാമി ഹായ് തന്നത് കേട്ടോ. അപ്പം പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പേരാണെങ്കിൽ ദോശ കഴിച്ചു, നെയ് റോസ്റ്റ് കഴിച്ചു. പിന്നെ കുറച്ച് പേര് ഞാൻ ഇഡ്ഡലി കഴിച്ചു കേട്ടോ. ഒരു വഹയ്ക്ക് കൊള്ളാത്ത ഫുഡായിരുന്നു, ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ ദോശയൊക്കെ ആണെങ്കിൽ കരിഞ്ഞാണ് കിട്ടിയത്. എന്നിട്ട് മാമി അവരുടെ അടുത്ത് പറയുകയും ചെയ്തു കരിയാത്ത ദോശ കൊണ്ടുവരാമെന്ന്. ഒരു വൃത്തിയായിട്ട്, അതായത് നമ്മുടെ അമ്പലത്തിനോട് ചേർന്ന് കാണുന്ന, ഞാൻ ആ ഷോപ്പിൻ്റെ പേര് മറന്നുപോയി, ഒരു ഹോട്ടലിൻ്റെ പേര് മറന്നുപോയി, വെറും വൃത്തിയായിട്ട ഹോട്ടലായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂരിലെ അമ്പലത്തിലാണ് എത്തിയത്. അവിടെയും തൊഴാൻ കയറിയില്ല കേട്ടോ. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ തൊഴാൻ കയറി. ഞാനും കണ്ണൻചേട്ടനുമൊക്കെ അവിടെ കറങ്ങി കിടന്നു. എന്നിട്ടിതാ അത് കഴിഞ്ഞ് നമ്മൾ ഗുരുവായൂരെത്തി. എല്ലാം പെട്ടെന്ന് ചിടപടേന്നായിരുന്നു. ഗുരുവായൂർ എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗുരുവായൂർ പോയത്. ഗുരുവായൂർ ചെന്നപ്പോഴത്തേക്കും അമ്പലപ്പുഴയുടെ ആ 2 സൈഡിലെ കടകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അമ്പലപ്പുഴയാണ് ഓർമ്മ വന്നത്. ഒത്തിരി കടകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റിയില്ലായിരുന്നു, നമുക്ക് സമയമില്ലായിരുന്നു. വിഷുവിനെ ആണെങ്കിൽ നമ്മൾ അഴിച്ചു വിട്ടേക്കും. അവൻ്റെ തോന്നിയാസം അവിടെയും കയറി ഇവിടെയും കയറി, ആൾ ഭയങ്കര ഓട്ടമാണ്. അപ്പം നമുക്കില്ല മനസ്സിൽ മിതുരമഴ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലെല്ലാം ആ പാട്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ, ഇവൻ്റെ ഓട്ടോ ഒക്കെ കണ്ടിട്ട്. അങ്ങനെ ഇവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അകത്തൊന്നും കയറി തൊഴാനൊന്നും പറ്റിയില്ല. വൈകിട്ടെങ്ങാണ്ട് നമുക്ക് തൊഴാനൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷെ നമുക്ക് അവിടുന്ന് പെട്ടെന്ന് പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് പറ്റിയില്ല. പിന്നെ അത് അവിടെ ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് തിരിച്ച് നമ്മൾ പഴനി അടുത്തെത്താറ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ വെച്ച് നമ്മൾ ഫുഡ് അടിക്കാൻ കയറി. അങ്ങനെ എല്ലാവരും ഫോണിൽ കുത്തി വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ കണ്ടോ, ഇതാണ് രാഹുൽ. ഇതെല്ലാം കണ്ണൻചേട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. നമ്മുടെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. പിന്നെ കണ്ണൻചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒരു ജോളിയായിട്ടൊരു യാത്രയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ വിഷുവിന് വെള്ളം കിട്ടി. അങ്ങനെ വെള്ളമായിട്ടുള്ള മൽപ്പിടുത്തം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ടയേർഡായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു വലിയ ടേബിളായിരുന്നു, എല്ലാവരും ഒരു ടേബിളിൽ തന്നെ ഇരുന്നു. പിന്നെ കുറച്ച് പേർക്ക് സീറ്റ് കിട്ടാഞ്ഞുകൊണ്ട് കുറച്ച് പേര് അപ്പുറത്തെ ടേബിളിലായിരുന്നു ഉണ്ടായിരുന്നത്.
ഞാനും അമ്മയും വിഷുവൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ പഴനിക്ക് പോകുന്നത്. നമുക്ക് അവിടെ ഒരു റൂം കിട്ടിയാണ്, വെറും വൃത്തികെട്ട റൂം എന്ന് വെച്ചാൽ വെറും കൂറ റൂമാണ് കിട്ടിയത്. ഞങ്ങൾ മത്തി അടുക്കുന്ന പോലെ കുറേ പേരാണെങ്കിൽ കട്ടിലേ കിടന്ന്, കുറേ പേരാണെങ്കിൽ താഴെ കിടന്ന്, ഒരു സൗകര്യമില്ലാത്ത. എനിക്ക് തോന്നുന്നു ഇനി ഞാനിത് ആദ്യമായിട്ട് വന്നിട്ടാണോ എന്താണോ എനിക്കറിയില്ല, നമ്മളങ്ങനെ ജീവിക്കാത്തതുകൊണ്ടായിരിക്കാം. പിന്നെന്താ, ഞങ്ങൾ പിറ്റേന്ന് രാവിലെ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിനി അവരുടെ നേർച്ചയാണോ കല്യാണമാണോ മരിപ്പാണോ എന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെയൊക്കെ എന്തോ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്. പിന്നെ നമുക്കൊരു അബദ്ധം പറ്റിയ എന്താണെന്നറിയാവോ, നമുക്ക് ഫുൾ വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുൾ വ്ളോഗ് എടുക്കാൻ പറ്റാഞ്ഞ എന്തുകൊണ്ടെന്നാൽ അവിടെ ആണെങ്കിൽ ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇത്രയും വെച്ച് അങ്ങ് വീഡിയോ നിർത്തുകയാണ്. ബൈ.